എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖില് വളരെയധികം വന്നു. തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം വന്നപ്പോഴും വന്നു. അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചുവറിന് നേരുകയാണ്. ട്രെയിലർ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. വലിയൊരു സക്സസ് ആയി മാറട്ടെ. അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ് ആയി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കൊന്നും തോന്നരുത്, ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ്. ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അഖിലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ. അതാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത്. എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ്. കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു. സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നലെ 3 മണിയായി രാവിലെ F1 ഫോർമുല കണ്ടിട്ട് F1 കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ടീസർ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഐ ആം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും അഖില് ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ്. അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ചുവടുവെക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഐ വിഷ് ഹിം ആൻഡ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സാധാരണഗതിയിൽ അഖിൽ മാരാർ ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ്. അപ്പം അഖില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിന്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഒരു പ്രാവശ്യം കണ്ണൂര് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ അഖിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിന്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിന്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്നത് പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു
ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന്. അപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനേതാക്കളായിക്കോട്ടെ, മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇതിന്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.